ചോദിച്ചു എവിടെ എത്തിയിരുന്നു? ഞങ്ങൾ എവിടെ എത്തി? സ്പെയിൻ. എവിടെ? അപ്പോഴേ ഞങ്ങളൊരു 5 പേരും കൂടെ കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബിസയാണ്. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓവർനൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം, ഓവർനൈറ്റ് അല്ല, ഏകദേശം ഒരു 11-11:30 ആവും നമ്മുടെ ഷിപ്പ് പോർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇബിസയാണ് കേട്ടോ. ഇവര് തമ്മിലുള്ള അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ മുകളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ നിന്നാണ് എൻ്റെ കംപ്ലീറ്റ് തെറ്റിദ്ധാരണയും മാറുന്നത്. ശരിക്കും കാണിച്ചു തരേണ്ടതല്ല കേട്ടോ, കാണേണ്ട ഒന്ന് തന്നെയാണ്. ഓ എന്താണ് സംഭവം? അങ്ങനെ വിലപേശലൊക്കെ കഴിഞ്ഞ് സാധാരണ മലയാളികളുടെ തനി സ്വഭാവം കാണിച്ചുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാതെ തന്നെ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. സമയം ഏകദേശം ഒരു 8-8:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു നട്ടുച്ച സമയമേ തോന്നിക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു വഴി കിടപ്പുണ്ടെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പ് അവിടെ അങ്ങ് കിടപ്പുണ്ട് കേട്ടോ. ഞാനൊരു നൈസ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല രസം കാണാൻ. എല്ലാരും ചാടിക്കോ. എടാ അവിടെ നോക്കണം. എടാ കാട്ടിനടുത്താ നിൽക്കുന്നു. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഭയങ്കര എക്കോ. അങ്ങനെ കയറി എവിടെയൊക്കെയോ എത്തി. കറക്റ്റ് സ്ഥലമൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ എങ്ങോട്ടേക്കോ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോയി ഒരു ചർച്ചാണെന്നും പറഞ്ഞ് കയറിയതാണ്. ഏതോ ഒരു ജയിലിലെത്തി, അത് മാത്രം അറിയാം. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ആകെ തളർന്നു. കയറി ഏകദേശം ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നുള്ളത് മനസ്സിലായി. ശരിക്കും ഈ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബിൻസ് പറഞ്ഞു ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഓറഞ്ച് തോട്ടമുണ്ട്, അവിടുന്ന് ഓറഞ്ച് പറിക്കാന്നുള്ളതായിരുന്നു. എങ്കിൽ ഓറഞ്ച് പറിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ കൂടിയത്. ശരിക്കും ഓറഞ്ച് പറിക്കാനെന്നും പറഞ്ഞ് പോയിട്ട്